നിങ്ങളറിയോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് വെക്കുന്നതിന്റെ മുന്നേ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തരിക അവയവങ്ങൾ ജീർണിക്കാൻ തുടങ്ങും. നമ്മുടെ കിഡ്നി, നമ്മുടെ കരള്, നമ്മുടെ ഹൃദയം എല്ലാം ജീർണിക്കാൻ തുടങ്ങും, അഴുകാൻ തുടങ്ങും എന്നാണ്. മൂന്നാമത്തെ ദിവസം ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഖബർ സാമാന്യം ഇടുങ്ങിയതായിരിക്കും. നമ്മുടെ ശരീരം അങ്ങോട്ട് ചീർക്കും. ശരീരം ചീർത്ത് കഴിഞ്ഞ് 3 ദിവസമായി കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും കറുത്ത നുരയും പതയും പുറത്തേക്ക് വരും. കണ്ടാലറക്കുന്ന മൂക്ക് കൊണ്ട് മൂക്കുള്ള മനുഷ്യർക്ക് നിൽക്കാൻ കഴിയാത്ത അത്രയും കഠിനമായ ഘോര ദുർഗന്ധം പുറത്തേക്ക് വിട്ടുകൊണ്ട് നമ്മുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും കറുകറുത്ത ദുർഗന്ധം വമിക്കുന്ന നുരകളും പതയും പുറത്തേക്ക് വരാൻ തുടങ്ങും. 8ാമത്തെ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന്റെ നിറം മാറാൻ തുടങ്ങും. അത് വല്ലാത്ത കറുപ്പായി മാറും. കണ്ടാൽ പേടി തോന്നുന്ന കറുപ്പായി മാറും. പിന്നീട് അത് പച്ച നിറത്തിലേക്ക് മാറും. പിന്നീട് അത് ചുവപ്പ് നിറത്തിലേക്ക് മാറും. പിന്നീട് നമ്മുടെ തൊലികൾ മുഴുവൻ ക്ഷയിച്ച് ആ തൊലികൾ മുഴുവൻ അടുത്ത് അതിന്റെ അകത്ത് നിന്ന് നമ്മുടെ ശരീരത്തിലെ എല്ലാ ദ്രാവകങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങും. ഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം മാറും. ആഴ്ചകൾ പിന്നിടുമ്പോ നമ്മുടെ നഖങ്ങളും നമ്മുടെ പല്ലുകളും കൊഴിഞ്ഞു വീഴും. ഏകദേശം 1 മാസമാകുമ്പോ നമ്മുടെ ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങളും പേശികളും ആന്തരികാവയവങ്ങളും മുഴുവൻ കേവലം ഒരു ദ്രാവകമായി മാറി മണ്ണിനോട് ചേരും. നമ്മൾ കേവലം ഒരു സ്കെലട്ടൻ മാത്രമായി, നമ്മൾ എല്ലുകൾ മാത്രമായി അവിടെ അവശേഷിക്കും. ആ എല്ലുകളും ക്രമേണ മണ്ണിലേക്ക് ചേരാൻ തുടങ്ങും എന്ന് നമ്മുടെ ആന്ത്രോപോളജിസ്റ്റുകൾ പറയുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങൾ ഇങ്ങനെ പെരുമ നടിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര തന്നെ നിങ്ങൾ പെരുമ നടിച്ചാലും ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തിനകം 2 മാസത്തിനകം ശരീരത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് കേവലം സ്കെലട്ടനുകളായി നിങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ വാക്ക് എത്രമാത്രം അർത്ഥവത്താണ് എന്ന് നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു മരണം കിട്ടാൻ നമ്മുടെ ശരീരം മണ്ണിനോട് ചേർന്നാലും അള്ളാഹുവിന്റെ സവിധത്തിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ ആ ബർസഖിന്റെ ലോകത്ത് വിശാലമായ ഖബറിടത്തിൽ സ്വച്ഛന്തം കിടന്നുറങ്ങാൻ, സ്വച്ഛന്തം വിഹരിക്കാൻ, അള്ളാഹുവിന്റെ വാത്സല്യവും സാന്ത്വനവും എമ്പാടും നുകരാനുള്ള ഭാഗ്യം നേടിയിട്ട് വേണം ഈ ലോകത്ത് നിന്ന് അവസാനമായി നാം യാത്ര പോകേണ്ടത്. ആ യാത്രക്കുള്ള ഒരുക്കം തുടങ്ങേണ്ടത് നാളെയല്ല, ഇന്നുമല്ല, ഈ നിമിഷം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക.